ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇപ്പം ഈദൊക്കെ അല്ലേ, അപ്പോൾ ഈദ് റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കി മാറ്റുകയാണ് കേട്ടോ, മറ്റൊന്നുമല്ല. എന്തായാലും ഈദൊക്കെ ആയതുകൊണ്ട് പർച്ചേസിങ്ങിൻ്റെ തിരക്കൊക്കെ ആയിരിക്കും, പെരുന്നാളൊക്കെ വരികയല്ലേ, അപ്പോൾ നമുക്ക് പർച്ചേസിൻ്റെ തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അഫോർഡബിൾ പ്രൈസിന് ഓൺലൈനായിട്ടൊക്കെ നിങ്ങൾ ഡ്രസ്സസ് തപ്പി നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ മുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അനാക്കലി ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു ഫുൾ കൂത്തി സെറ്റിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നല്ല നല്ല കളക്ഷൻസ് ആണ് കേട്ടോ. അത് പോരാതെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു എത്നിക് വെയേഴ്സ് തന്നെ നമുക്ക് ചുരിദാർ ടൈപ്പിൽ വരുന്ന ഒരു കൂത്തി ദുപ്പട്ട പാൻസ് എന്നുള്ള രീതിക്ക് നിങ്ങൾ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്തോളൂ. അതിൽ മുന്നേ ഒക്കെ നമ്മൾ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ വിസിറ്റ് ചെയ്യണത് നല്ലതായിരിക്കും. ഓക്കെ, നല്ല നല്ല കളക്ഷൻസ് അഫോർഡബിൾ പ്രൈസിൽ മിന്ത്ര ആയിക്കോട്ടെ, മീഷോ, ഫ്ലിപ്കാർട്ട് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അഫോർഡബിൾ പ്രൈസിനാണ് ഞാൻ കൂടുതലും പർച്ചേസ് ചെയ്യലും റിവ്യൂ ചെയ്യലും. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ആയതുകൊണ്ട് ഈദ് വീഡിയോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെഗുലർ ആയിട്ടും കാഷ്വൽ ആയിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ട്രെൻഡിനൊപ്പം പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഇനിയിപ്പോൾ കൂത്തീസ് ഒന്നും എന്നെ കൊണ്ട് പറ്റൂല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കൂത്തീസ് ഒന്നും അങ്ങനെ ചൂസ് ചെയ്യാത്ത ആൾക്കാർ, ഇപ്പോൾ പാൻസ്, ഷർട്ട്, ടോപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് നിങ്ങൾ പെയർ ചെയ്യാറ് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റൈൽ ചെയ്യാറ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്. അഫോർഡബിൾ പ്രൈസിന് ഒരു അടിപൊളി ഡെനിമിന്റെ പാൻസും അതോടൊപ്പം അതിനെ പറ്റിയിട്ടുള്ള, അതിന് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു 4 ടോപ്സും ആണ്. ഷർട്ട് വരുന്നുണ്ട്, ദെൻ കൂത്തീസ് വരുന്നുണ്ട്. അപ്പോൾ പല ടൈപ്പ് ടോപ്സ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ കണ്ടുപോയിട്ടും ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പ്രൊഡക്ട്സ് കാണാം. ആയിട്ട് കാണിച്ചു തരുന്നത് പാൻസ് തന്നെയാണ് കേട്ടോ. ഒരൊറ്റ പാൻസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ഡെനിമിന്റെ പാൻസ് ആണ്, ലൂസ് പാൻസ് ആണ് കേട്ടോ. സ്കിൻ ഫിറ്റ് ഒക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആണല്ലോ, അപ്പോൾ കൂടുതലും ലൂസ് പാൻസ് ഒക്കെ ഡെനിമിന്റെ, അതും അഫോർഡബിൾ പ്രൈസിന് തപ്പി നടക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. കാരണം ഞാനും കുറേ തപ്പി നടന്നിട്ട് അവസാനം എനിക്കിത് മീഷോയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇന്ന് ഞാൻ കാണിച്ചു തരുന്ന എല്ലാ പ്രൊഡക്ട്സും മീഷോയിൽ നിന്ന് അഫോർഡബിൾ പ്രൈസിനാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതും ഇതുപോലെ നമുക്ക് താങ്ങാവുന്ന ഒരു പ്രൈസിന് നല്ലൊരു ജീൻസ് പാൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ലൊരു കളക്ഷൻ തന്നെയാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നല്ലൊരു കളക്ഷൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ 28 ആണ് സൈസ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാൻ സൈഡിൽ വീഡിയോ ഞാൻ എന്തായാലും വെക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാൻസ് എന്ന് പറയുന്നത്. ഞാൻ സ്റ്റൈൽ ചെയ്ത് നോക്കിയിരുന്നു, ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കളക്ഷൻ തന്നെയാണ്. 28 ആണ് സൈസ് വരുന്നത്. ഇതൊരു 9X ഡെനിംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ. 9X ഡെനിം എന്നാണ് ഇതിൽ കാണുന്നത്. നല്ലൊരു കളക്ഷനാണ്, നല്ലൊരു ജീൻസ് ആണ്. ഇതൊരു സ്കൈ ബ്ലൂ ടൈപ്പിൽ, ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ വരുന്ന ഒരു പാൻസ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. അത്യാവശ്യം നമുക്ക് എല്ലാ കളേഴ്സിൻ്റെയും കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കളർ തന്നെ ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പാൻസ് ആയിരുന്നു എനിക്ക് വേണ്ടത്. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു പാൻസ് വേണം എന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ സ്റ്റുഡിയോയിലൊക്കെ പോയി തപ്പിയിരുന്നു. അപ്പോൾ സ്റ്റുഡിയോയിലൊക്കെ അത്യാവശ്യം 800 ആ റേഞ്ചിലൊക്കെ, ഒരു 900 ആ ഒരു റേഞ്ചിലൊക്കെയാണ്. ഒരു റൗണ്ട് ഒരു 1000-നടുത്ത് എന്തായാലും വരുന്നുണ്ട് പാൻസിനൊക്കെ, ഡെനിമിൻ്റെ പാൻസിനൊക്കെ. അപ്പം ഞാൻ പോയി നോക്കിയതിൽ ഞാൻ ഒരെണ്ണം ഏകദേശം, എന്നാലും എൻ്റെ ഒരു ടേസ്റ്റിനൊത്ത് ഞാൻ വിചാരിച്ച ഒരു ഐറ്റം ആയിരുന്നില്ല എനിക്ക് കിട്ടിയത്. എടുക്കണോ വേണ്ട ഒരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ 2 മനസ്സായിട്ട് എടുത്തു കഴിഞ്ഞാൽ മിക്കപ്പോഴും എനിക്ക് പണി കിട്ടാറുണ്ട്. ഞാനത് ഉപയോഗിക്കാണ്ട് അവിടെ ഒരു മുക്കിലിടേണ്ട ഒരു അവസ്ഥ എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കുറച്ച് ടൈറ്റാണ്, എടുക്കണ്ടെന്ന് വിചാരിച്ച് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഞാൻ മീഷോയിൽ ഇരുന്ന് അങ്ങോട്ട് തപ്പിയിട്ട് ഗോൾഡൻ ലിസ്റ്റിൽ
ഉണ്ടായിരുന്ന ഒരു ഐറ്റാണ് ഇത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ഏൽക്കുമോ, സക്സസ് ആവോ. പിന്നെ ഞാൻ വിചാരിച്ചു മീഷോ അല്ലേ, നമുക്ക് റിട്ടേൺ അയക്കാം, നമുക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ അയക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഒന്നും നോക്കിയില്ല. ഗോൾഡൻ ലിസ്റ്റും കൂടിയും കണ്ടു, അറൗണ്ട് ഒരു 600 ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസും. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, എടുത്തു, പർച്ചേസ് ചെയ്തു. സംഭവം കയ്യിൽ കിട്ടിയപ്പോൾ അടിപൊളിയാണ്, ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കേട്ടോ. സംഭവം ഇതെൻ്റെ കയ്യിൽ കിട്ടിയതും സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കിലാണ് ഇപ്പോൾ കിടക്കുന്നത്. 2 ദിവസമായി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട്. ഇതെൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 2 ദിവസമായിട്ടോ. 2 ദിവസമായി ഔട്ട് ഓഫ് സ്റ്റോക്കിൽ കിടക്കുന്നത്. ഇതുവരെയും സ്റ്റോക്ക് വന്നിട്ടില്ല. ഇനിയിപ്പോൾ വരുമോയെന്ന് എനിക്കറിയില്ല. വന്നാലാണ് എനിക്ക് ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ലിങ്ക് എനിക്ക് ചിലപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കഴിഞ്ഞോണമെന്നില്ല. പക്ഷേ ഞാൻ ഓണാക്കി ഇട്ടിട്ടുണ്ട്. സംഭവം സ്റ്റോക്ക് വന്നാൽ എന്നെ റിമൈൻഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ പിന്നെ എന്നെ റിമൈൻഡ് ചെയ്യും. അപ്പം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്ക് സ്റ്റാർട്ടിങ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ എനിക്ക് ലിങ്ക് ഇടാൻ സാധിച്ചോളണമെന്നില്ല. ഞാൻ മുൻകൂട്ടി പറയുകയാണ്. പക്ഷെ അടിപൊളി ആയിട്ടാണ്. ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ അതെന്താ പറയുക, ഡെനിമിൻ്റെ ഒരു ബ്ലൂ ജീൻസ് ആണ്. പിന്നെ ഒരു റെഗുലർ ആയിട്ടൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു ലൂസ് ജീൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറയാൻ സൈസസ്, എല്ലാ സൈസസും ഞാൻ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ അവൈലബിൾ ആയിരുന്നു. 24 മുതൽ XL വരെ, 24 മുതൽ 40 സൈസും ദെൻ XLും വരെ അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ ഒരു സൈസും അവൈലബിൾ അല്ല, ഔട്ട് ഓഫ് സ്റ്റോക്കിലാണ് കിടക്കുന്നത്. ദെൻ ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് മീഷോയിൽ നിന്ന് 602 കേട്ടോ. 602 ഇത് വേർത്താണ്, ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ഇത് ഗോൾഡൻ ലിസ്റ്റിൽ കിടന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. സംഭവം അതേ പ്രൊഡക്റ്റ് തന്നെ എനിക്ക് കിട്ടി. സ്റ്റൈൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. നല്ലൊരു കംഫർട്ടബിൾ ജീൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. എന്തായാലും ഇതിൻ്റെ ഒപ്പം സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു 4 കൂത്തീസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അതിൽ ഫസ്റ്റ് കൂത്തി നമുക്ക് കാണാം. അപ്പം നമ്മുടെ ഫസ്റ്റ് കൂത്തി എന്ന് പറയുന്നത് ഇതാണ്. ഒരു ക്രീം കളറിൽ, ഒരു ക്രീം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓഫ് വൈറ്റ് കളറിൽ ഒരു ത്രെഡ് വർക്കോട് കൂടിയിട്ട് ഒരു മെഷീൻ ത്രെഡ് വർക്കാണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ. കംപ്ലീറ്റ്ലി ഫ്രണ്ട് പോർഷനിൽ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത്. ത്രെഡ് വർക്കിൽ ലേസൊക്കെ ഒരു നല്ലൊരു വിത്തോട് കൂടിയിട്ടുള്ള ഒരു ലേസാണ് നമുക്ക് ബോട്ടം പോർഷനിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ഷോർട്ട് കൂത്തിയാണ് കേട്ടോ ഇത്. ഒരു ഷോർട്ട് ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഷോർട്ട് ടോപ്പാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ബോട്ടം പോർഷനിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഒരു കോണാകൃതിയിലാണ് ഇത് ഇതിൻ്റെ കട്ടിങ് വന്നിട്ടുള്ളത് കേട്ടോ. ദെൻ സ്ലീവ് പ്ലെയിൻ ആണ്. സ്ലീവിൻ്റെ ഈ ഒരു ബോട്ടം പോർഷനിലായിട്ട് അവർ ലേസും വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് സിമ്പിളായിട്ടൊരു ഡിസൈൻ, ഒരു ത്രെഡ് വർക്ക് ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സ്ലീവ്. ഒരു 3/4 സ്ലീവ്, ഒരു ഫുൾ സ്ലീവ് പോലെ തോന്നിക്കും. നമുക്ക് ഫുള്ളിൻ്റെ അടുത്തുണ്ട് ഒരു 3/4 സ്ലീവ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ്. നമുക്ക് വി നെക്കാണ്. നെക്കിൻ്റെ പോർഷനിലും ആ സെയിം ബോട്ടം പോർഷനിൽ വെച്ചിട്ടുള്ള ആ സെയിം ലേസ് തന്നെ ഇവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ. വിത്തൗട്ട് ലൈനിങ് ആണ്. ബാക്ക് പോർഷൻ കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ് കേട്ടോ. വിത്തൗട്ട് ലൈനിങ് ആണ്. അത്യാവശ്യം നിഴലടിക്കും. അപ്പോൾ നമുക്ക് ഈ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ക്രീം അല്ലെങ്കിൽ ഈ ലൈറ്റ് കളേഴ്സിൻ്റെ കൂടെ നമ്മളൊരു ആ ലൈറ്റ് കളേഴ്സ് തന്നെ നമ്മൾ ഇന്നേഴ്സൊക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്ത് കാണും ഉള്ളിൽ എന്താ ഇട്ടേക്കുന്നതെന്നുള്ളത്. അപ്പം ഞാൻ മാക്സിമം ഇതുപോലുള്ള വൈറ്റ് കളേഴ്സിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഓഫ് വൈറ്റ് കളേഴ്സിൻ്റെ ഒക്കെ കൂടെ ഞാൻ ചൂസ് ചെയ്യുന്നത് ബ്ലാക്ക് കളറാണ് കേട്ടോ. ഡാർക്ക് കളേഴ്സാണ് നമ്മൾ ഇന്നേഴ്സായിട്ട് ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. നമുക്കങ്ങനെ എക്സ്പോസ് ചെയ്ത് കാണില്ല. ഞാൻ അങ്ങനെയാണ് കൂടുതലും ചൂസ് ചെയ്യാറ്. അപ്പം ഞാൻ ബ്ലാക്ക് ആണ് ഉള്ളിൽ ഇന്നർ ഇട്ടിട്ട് ഞാൻ സ്റ്റൈൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചോ. നിങ്ങൾക്കറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് എണ്ണം ചൂസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഉള്ളിലിടുന്ന ഇന്നേഴ്സിൽ നല്ലൊരു കളക്ഷനാണ്, വെറൈറ്റി കളക്ഷനാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കളക്ഷനാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതൊരു കോട്ടൺ ഫാബ്രിക്കിലാണ് കിട്ടിയിട്ടുള്ളത്. കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. നല്ലൊരു കളക്ഷൻ, നല്ലൊരു ഫാബ്രിക് തന്നെയാണ് കേട്ടോ. എന്നാൽ പ്യുവർ കോട്ടൺ എന്നൊന്നും പറയില്ല. നല്ലൊരു കോട്ടൺ ഫാബ്രിക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ലാർജ് ടു XXL വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത്. മീഡിയം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. മീഡിയം ടു XXL വരെയാണ് നോർമലി സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ മീഡിയം ആണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് XL
XL സൈസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം എനിക്ക് പിടിക്കേണ്ട വന്നു. സ്റ്റൈൽ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഞാനൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ മീഡിയം സൈസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കാണുന്നത്. ലാർജ് മുതൽ XXL വരെയുള്ള സൈസസ് അവൈലബിൾ ആണ്. അപ്പോൾ XXL വരെ നിങ്ങൾക്ക് നോക്കാം. അത്യാവശ്യം നല്ലൊരു ലൂസോട് കൂടിയിട്ട് നമുക്കിത് ലൂസായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓവർ സൈസ് പോലെയൊക്കെ നമ്മൾ ചൂസ് ചെയ്യില്ലേ, അതുപോലെ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കൂത്തിയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ലാർജ് ഓവറായിട്ട് എന്താ പറയുക ഓവർ സൈസ് ആയി, അത് ഇതിന് ചേരുന്നില്ല. എനിക്ക് മീഡിയം ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഫിറ്റായിട്ട് കിടക്കും. ബോഡി ഫിറ്റ് അല്ല, ഒരു ലൂസിൽ തന്നെ എനിക്ക് പാകത്തിനുള്ള ഒരു ലൂസിൽ അത് കിടക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് ലാർജ് സൈസാണ് കിട്ടിയിട്ടുള്ളത്. മീഡിയം ഞാൻ ഓർഡർ ചെയ്തിട്ട് മീഡിയം ഇല്ലാത്തത് കൊണ്ടാവും. ഇപ്പം നോക്കുമ്പോൾ മീഡിയം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, ലാർജ് മുതലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇത് എനിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ മീഷോയിൽ നിന്ന് തന്നെ 331 കേട്ടോ. 331 ഇത് വേർത്താണ്. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. സ്റ്റൈൽ ചെയ്യാൻ അടിപൊളിയാണ്. ഒരു വെറൈറ്റി ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ചൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു കളക്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ കാണാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പർച്ചേസ് ചെയ്തത് ഈ ഒരു കളക്ഷനാണ്. ഷർട്ട് ടൈപ്പിലാണ് കേട്ടോ. ഞാനൊരു ഓവർ സൈസ് ഷർട്ട് പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പർച്ചേസ് ചെയ്തൊരു കളക്ഷനാണ് ഇത് ഒരു യെല്ലോ, ഒരു മസ്റ്റേർഡ് യെല്ലോ കളറിലാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. സൈറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ എന്തായാലും ലിങ്ക് എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഉള്ളതിൻ്റെ കേട്ടോ. എനിക്ക് ഡെനിമിൻ്റെ പാൻസിൻ്റെ ലിങ്ക് എനിക്ക് കുറവാണ്, ചാൻസ് കുറവാണ് കിട്ടാൻ. എങ്കിലും ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതിൽ കളേഴ്സ് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്, നോക്കിയിട്ട് ചെക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. ദെൻ ഞാൻ മസ്റ്റേർഡ് യെല്ലോ ആണ്, കാരണം എൻ്റെ കണ്ണിൽ എപ്പോഴും മസ്റ്റേർഡ് യെല്ലോ, ഗ്രീൻ ഒക്കെ ഭയങ്കരമായിട്ട് പിടിക്കുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ മസ്റ്റേർഡ് യെല്ലോ എടുത്ത്. നോർമലി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലാക്കും റെഡൊക്കെയാണ്. പക്ഷേ ഞാൻ കൂടുതൽ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് യെല്ലോ, ഗ്രീൻ അങ്ങനെയുള്ള കളേഴ്സാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പം നമുക്കൊരു ഫേവറേറ്റ് കളർ ഉണ്ടായിരിക്കുമല്ലോ, അപ്പം അതിന് അപ്പുറം നമുക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കളർ അല്ലെങ്കിൽ വേറെ തന്നെ ഒരു ഇഷ്ടപ്പെടുന്ന, ഓരോ സീസൺ ആകുമ്പോൾ ഓരോ ഇഷ്ടങ്ങളല്ലേ നമുക്ക് വരുന്നത്. അപ്പം ഇപ്പം നിലവിൽ എനിക്ക് ഈ യെല്ലോ ഡ്രസ്സസിനോടും അതുപോലെ തന്നെ ഗ്രീൻ ഡ്രസ്സസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു കളേഴ്സ് എന്തോ എനിക്കൊരു ചെറുതായിട്ട് ചേരുന്ന പോലെ എനിക്ക് ഫീൽ കിട്ടിയത് കൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞാൻ എടുത്തതാണ് കേട്ടോ. ഒരു ഓവർ സൈസ് ഷർട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് നമുക്ക് ഷർട്ടായിട്ട്, നമുക്ക് ഡെനിമിൻ്റെ ഒപ്പം ഷർട്ടായിട്ട് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രഗ് ആയിട്ട് യൂസ് ചെയ്യാം. ഉള്ളിൽ ഇന്നർ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ട്രഗ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. നല്ലൊരു കളക്ഷനാണ്. പക്ഷേ ഓവർ സൈസ് ഷർട്ട് പ്രതീക്ഷ എടുത്തതാണ്. ഞാൻ ആ പിക്ചറിലൊക്കെ കണ്ടപ്പോൾ നല്ലൊരു ഓവർ സൈസ് ഷർട്ടാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാനിത് മീഡിയം സൈസ്, എൻ്റെ കറക്റ്റ് സൈസിന് എടുത്തുകൊണ്ടാണ്. ഇതിപ്പോൾ ഞാൻ ലാർജിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് ഓവർ സൈസിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് റിട്ടേൺ അയക്കും, എന്നിട്ട് ഞാൻ ലാർജ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓവർ സൈസാണ് വേണ്ടത്. ഇത് കറക്റ്റ് എനിക്ക് മാച്ച് ആയിട്ടുള്ളൊരു സെയിം സൈസിലാണ് വന്നിട്ട്. ഓവർ ഫിറ്റ് എന്നൊന്നും പറയാലോ. ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എനിക്ക് അത്ര വേണ്ട, എനിക്ക് ഓവർ സൈസ് തന്നെ വേണം. സ്ട്രഗ് ആയിട്ട് യൂസ് ചെയ്യാനല്ല, എനിക്ക് ഷർട്ടായിട്ട് യൂസ് ചെയ്യാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്ട്രഗ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ബെറ്റർ ഓപ്ഷൻ ആണ്. ഓക്കെ, ഇതൊരു കോട്ടൺ ബ്ലെൻഡ് ഫാബ്രിക് ആണ് കേട്ടോ. നമുക്ക് ചൂടെടുക്കാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. നല്ലൊരു കളക്ഷൻ. ഒരു ഫുൾ സ്ലീവിൽ നോർമൽ ഷർട്ടിന്റെ സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത്. നെക്ക് വൈസ് ഷർട്ട് കോളർ നെക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ലൊരു കളക്ഷൻ തന്നെയാണ്. ഇത് കളർ പോകുമെന്നുള്ളൊരു പേടിയോ അല്ലെങ്കിൽ പെട്ടെന്ന് നാശാവോ എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. അങ്ങനത്തെ മെറ്റീരിയൽ അല്ല. അതും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ വളരെ ചീപ്പ് റേറ്റിലാണ് ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇത് കുറച്ച് ചൂടെടുക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പ്രൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതലായിട്ട് ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കോട്ടൺ ബ്ലെൻഡ് ഫാബ്രിക് തന്നെയാണ്. ഡബിൾ എക്സസ് മുതൽ ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ്. അപ്പോൾ ഏത് സൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സൈസസിനനുസരിച്ച് റേറ്റിൽ വേരിയേഷൻ വരുന്നുണ്ട്. അപ്പം ഞാൻ മീഡിയം ആണ് പർച്ചേസ് ചെയ്തത്. എനിക്ക് 100 സംതിങ്ങിനാണ് ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഡബിൾ എക്സസ് ആവുമ്പോൾ 170 ഇപ്പോഴത്തെ പ്രൈസ് സ്റ്റാർട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഡബിൾ എക്സസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 170 ഇപ്പോഴത്തെ റേറ്റ് വരുന്നത്. എക്സസ്
എക്സസ് ആണെന്നുണ്ടെങ്കിൽ 210, സ്മോൾ സൈസ് ആണെന്നുണ്ടെങ്കിൽ 215, മീഡിയം 220, ലാർജ് 225, ഇങ്ങനെ പോകട്ടോ. ചെറിയ രീതിയിൽ വേരിയേഷൻ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയത് 100 rupees 200 200-നുള്ളിലാണ് എനിക്ക് കിട്ടിയത്. മീഡിയം സൈസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് എനിക്ക് മീഷോയിൽ നിന്ന് 195 എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു കളക്ഷൻ അടിപൊളി കളക്ഷനാണ്, വേർത്താണ് കേട്ടോ. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ഓവർ സൈസ് ഒരു ഷർട്ടൊക്കെ ആയിട്ട് ചൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ ഒരു പൊടിക്ക് സൈസ് കൂടിയത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. ഇല്ല സ്ട്രെക്ക് ആയിട്ട് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സൈസ് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ കാണാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളക്ഷനായിട്ട് ഷർട്ട് തന്നെയാണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഞാൻ കാണിച്ചിരുന്ന ഒരു പ്ലെയിൻ ഷർട്ട് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റോട് കൂടിയിട്ടുള്ള ഒരു നല്ലൊരു ഷോർട്ട്, നേരത്തെ കുറച്ച് ലെങ്ത് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ഷോർട്ട് ഷർട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു ഇത് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. ഇത് നമുക്ക് ഇൻ ചെയ്തിട്ട് ഇടാം, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും സ്ട്രെഗ് ആയിട്ട് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഷർട്ടായിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെനിക്ക് കുറച്ച് ലെങ്ത്, ഞാൻ ഇൻ ചെയ്യുന്ന പരിപാടി ഇല്ല എനിക്ക്, അതുപോലെ തന്നെ സ്ട്രെഗ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു അതിനും വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ഷർട്ടായിട്ട് തന്നെ ചൂസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഒരു ലെങ്ത് വേണം. എനിക്ക് നോർമലി കൂത്തീസിനാണെന്നുണ്ടെങ്കിലും ഷോർട്ട് കൂത്തീസിനാണെങ്കിൽ കുറച്ച് ലെങ്ത് വേണം. ലെങ്ത്തിൽ യൂസ് ചെയ്യാനാണ് എനിക്കിഷ്ടം പേഴ്സണലി. അപ്പോൾ ഇത് ഞാൻ റിട്ടേൺ അയക്കും. ലെങ്ത്തിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരും. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നല്ലൊരു കളക്ഷനാണ്. ഇതൊരു ക്രേപ്പ് ഫാബ്രിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു ഷർട്ടാണ് കേട്ടോ. നെക്ക് ആണെന്നുണ്ടെങ്കിൽ ഷർട്ട് കോളർ നെക്ക് തന്നെയാണ്, ഫുൾ സ്ലീവ് ആണ്. ഷർട്ടിൻ്റെ നോർമൽ റെഗുലർ സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മീഡിയം സൈസ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഓവർ സൈസ് വേണമെന്നുണ്ടെങ്കിൽ ലെങ്ത് സൈസ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ദെൻ ഇതൊരു പോളി ക്രേപ്പ് ഫാബ്രിക് ആയിട്ടാണ് ഇതിൽ പറയുന്നത് കേട്ടോ. മൾട്ടി കളർ കളക്ഷൻ ആണ്. പിന്നെ ഇതിൽ കൂടുതലായിട്ട് പറയാം. പിന്നെ ഇതിൻ്റെ സൈസസ് ആണ്. സൈസസ് സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ, ഇത്രയും സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എനിക്കിത് മീഷോയിൽ നിന്ന് 282 ഈ ഒരു കളക്ഷൻ കിട്ടിയിട്ടുള്ളത്. 282 വേർത്താണ് കേട്ടോ. നല്ലൊരു കളക്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ലാസ്റ്റ് കളക്ഷൻ കാണാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഷോർട്ട് കൂത്തിയാണ് കേട്ടോ. അത്യാവശ്യം ലെങ്ത്തോടൊക്കെ കൂടിയിട്ടുള്ള ഒരു ഷോർട്ട് കൂത്തിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ്. ഇതൊരു ഓറഞ്ചും ബ്രൗണൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇടയിൽ വരുന്ന ഒരു കളർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന് കറക്റ്റായിട്ട് എന്ത് കളറെന്ന് പറയാമെന്ന് എനിക്കറിയില്ല. ഒരു ഓറഞ്ചും ബ്രൗണൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇതിൽ കൊടുത്തിട്ടുള്ള ഓറഞ്ച് എന്നാണ്, പക്ഷെ ഓറഞ്ച് അല്ല, ഓറഞ്ച് കളറായിട്ട് എനിക്ക് ഫീൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. നല്ലൊരു കളക്ഷൻ. കുറച്ച് ഡാർക്ക് ഓറഞ്ചിൻ്റെ തന്നെ നല്ല രീതിയിലൊരു ഡാർക്ക് വരുന്ന ഒരു കളക്ഷൻ. ഒരു എന്നാൽ ബ്രൗൺ എന്നും നമുക്ക് പറയാൻ പറ്റില്ല, ആ ഒരു രീതിക്ക് നിൽക്കുന്ന ഒരു കളറാണ് ഇത് വന്നിട്ടുള്ളത്. ഒരു ഷോർട്ട് കുർത്തിയാണ്. ഇവിടെ നെക്കിൻ്റെ പോർഷനിലൊക്കെ ആയിട്ട് എംബ്രോയിഡറി വർക്ക് സെയിം കളറിൽ തന്നെ സെയിം ത്രെഡ് വർക്കോട് കൂടിയിട്ട് എംബ്രോയിഡറി വർക്ക് നെക്കിലും ഷേപ്പിൻ്റെ ആ ഒരു പോർഷൻ വരെ ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു കുട്ടി നെക്കാണ് വന്നിട്ടുള്ളത്. കുറച്ച് കയറിയിട്ടുള്ള ഒരു ടൈപ്പ് നെക്കാണ്. വി കട്ടിങ്ങോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ സ്ലീവ് ആണ് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. ഒരു 3/4 സ്ലീവ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ബോട്ടം പോർഷനിലായിട്ട് ഇലാസ്റ്റിക് വെച്ചുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ ബലൂൺ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു സ്ലീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു കളക്ഷൻ ആണ് കേട്ടോ. ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് കൂത്തി ആയതുകൊണ്ട് തന്നെ സൈഡിൽ ഓപ്പണും വന്നിട്ടുണ്ട്. സ്ലിറ്റഡോട് കൂടിയിട്ടുള്ള ഒരു കളക്ഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ബാക്ക് കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് സ്റ്റൈൽ ചെയ്യുമ്പോൾ മനസ്സിലാവും. വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ. ഇതിലൊന്നിലും ലൈനിങ് വരുന്നില്ല. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാബ്രിക് വൈസ് ചന്തേരി സിൽക്ക് ഫാബ്രിക് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓറഞ്ച് കളർ എന്നൊക്കെ കാണുന്ന ഓറഞ്ച് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ സൈസസ് സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ഇത്രയും സൈസസ് ആണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത്. 2 കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു കളറും ദെൻ മസ്റ്റേർഡ് യെല്ലോ കളറിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ യെല്ലോ എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ച് ഓൾറെഡി മസ്റ്റേർഡ് യെല്ലോയിൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി അതെടുക്കണം റെഡി അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു കളക്ഷൻ ഞാൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇതും കുഴപ്പമൊന്നുമില്ല, തിരക്കേടില്ലാത്തൊരു കളർ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പം അങ്ങനെയാണ്.
പിന്നെ ഇത് എനിക്ക് മീഷോയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് 351 ഈ ഒരു കളക്ഷൻ എനിക്ക് മീഷോ തന്നിട്ടുള്ളത്. അപ്പോൾ ഓഫർ പ്രൈസ് ഉള്ള ടൈം നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ ഇപ്പം ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. കാരണം ഇതൊക്കെയാണ് ട്രെൻഡിനൊപ്പം പോകുന്ന ആൾക്കാരാണ്, ട്രെൻഡി ഡ്രസ്സസ് ഒക്കെ ചൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾക്കിത് ഓക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും അഫോർഡബിൾ പ്രൈസിനാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. 1 അല്ല 2 അല്ല 3 അല്ല, നിങ്ങൾക്ക് ഒരു പാൻസിനൊപ്പം ചൂസ് ചെയ്യാം. 4 കൂത്തീസ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഷർട്ടോ കുർത്തീസോ എന്ത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. 4 കളക്ഷൻ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ പെരുന്നാൾ സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഇതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുന്ന പ്രൈസിൽ നമുക്കൊരു 4 കൂത്തി ഒരു പാൻസും കിട്ടുകയാണെങ്കിൽ ലക്കല്ലേ. ഇത് ഞാൻ മൊത്തത്തിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള 100 rupees 2000 ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 1000 സംതിങ്ങിനാണ് ഞാൻ ഈ ഒരു 5 കളക്ഷന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 100 rupees 2000 നമുക്ക് ഈ ഒരു 5 കളക്ഷനും പർച്ചേസ് ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റ് എങ്ങനെയാണോ കണ്ടുവച്ചിട്ടുള്ളത്, ആ ഒരു ബഡ്ജറ്റിൽ ഒരു ഡ്രസ്സ് എടുക്കുന്നതാണോ അത് ഇത്രയും ഡ്രസ്സസ് ചൂസ് ചെയ്യുന്നതാണോ ലാഭം എന്നുള്ളത് ചിന്തിച്ചോളൂ. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. എന്തായാലും എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്